പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂൺ 8-ാം തീയതി ഞായറാഴ്ച അതീവ നിർണായകമായ ഒരു ദിവസമാണ്. വേദജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ ജൂൺ 7-ാം തീയതി രാത്രിയോടെ ചൊവ്വയുടെ രാശിമാറ്റം നടക്കുകയും ആ രാശിമാറ്റം ഏറ്റവും അധികം ബാധിക്കുവാൻ പോകുന്നത് ഈ 3 രാശിക്കാരെയും ആണ് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം 12 രാശിക്കാരിലും വ്യത്യസ്തമായ പല കാര്യങ്ങളും വരുത്തി വയ്ക്കുമെങ്കിലും ഈ 3 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായി വന്നു ചേരുവാൻ പോകുന്ന സുപ്രധാനമായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജൂൺ 7-ാം തീയതി രാത്രിയോടെ ചൊവ്വയുടെ രാശിമാറ്റം നടക്കുന്നതിനാൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് ജൂൺ 8-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യമായി ചൊവ്വയുടെ രാശിമാറ്റം കാര്യമായി ബാധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരെയാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി വളരെയധികം സമ്മർദ്ദം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും അതുപോലെ തന്നെ നിങ്ങൾ ചില സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു ആയുസ്സില്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ജൂൺ 8-ാം തീയതി ഞായറാഴ്ച നിലനിൽക്കുന്നത്. അതായത് ചൊവ്വയുടെ സ്വാധീനം നിങ്ങളെ ശുഭകരമായിട്ടല്ല ബാധിക്കുവാൻ പോകുന്നത് എന്ന് സാരം. അതായത് അനാവശ്യമായ പല ആശങ്കകളും കർക്കിടകം രാശിക്കാരുടെ മനസ്സിൽ വളരെയധികം നിറയുകയും അത് നിങ്ങളിലേക്ക് അനാവശ്യമായ പല ചിന്തകളും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. എന്നാൽ ഈ സമയവും കടന്നു പോകും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയും. മാത്രമല്ല കർക്കിടക രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ചില അനാവശ്യ ചിലവുകൾ ഉണ്ടാവുകയും ഇതിലൂടെ നിങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരുന്ന പണം പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവഴിക്കപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലകളിൽ നിങ്ങൾക്ക് ചില പ്രതിസന്ധികളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികളും ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങളെ ബാധിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ചെറുത് എന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യവും ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യവും നിസാരമാക്കാതെ വളരെ കരുതലോടെയും കൃത്യതയോടെയും വേണം ഈ ഒരു സമയത്ത് ചെയ്യുവാൻ. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എടുത്തുചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നത് പരമാവധി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും ജൂൺ 8-ാം തീയതി ഞായറാഴ്ച. അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ
നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുമാവാം. അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രതിസന്ധികളെ തീർച്ചയായും നിങ്ങൾ മുന്നിൽ കാണുകയും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അവയെയെല്ലാം തരണം ചെയ്യുവാനായി നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുകയും ചെയ്താൽ ഏത് സാഹചര്യത്തെയും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തരണം ചെയ്യുവാൻ സാധിക്കും. ഇനി രണ്ടാമതായി, ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ ചില പ്രതിസന്ധികളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങളെയും പറ്റി ചിന്തിച്ച് വെറുതെ മാനസിക സമ്മർദ്ദം അധികരിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും ഇത്. അതായത് ജീവിതത്തിൽ ഭാവിയെപ്പറ്റി ചിന്തിച്ചും സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ചും തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കുന്നത്. ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും ഒന്നും ചിന്തിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാനും പോകുന്ന ഒരു സമയമായിട്ടാണ് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാതെ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതിനി ചെറിയൊരു പനിയാണെങ്കിൽ പോലും അതിന് വൈദ്യപരിഹാരം തേടാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പുറകെ ഓടുവാൻ നിൽക്കരുത്. ഇത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വഷളാക്കുമെന്നുള്ളത് മാത്രമല്ല, പിന്നീട് അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഇനി ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ നിക്ഷേപങ്ങളൊന്നും നടത്തുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു ദിവസമാണ് ഇത്. മാത്രമല്ല നിങ്ങളുടെ ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലേക്കും നിങ്ങൾ എത്തിപ്പെടുവാനിടയുണ്ട്. അതിനാൽ പണം ചിലവഴിക്കുമ്പോഴും പണം ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലും നിങ്ങൾ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കുമൊക്കെ സന്ദർശനം നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അത്തരത്തിൽ നിങ്ങൾ ചില വ്യക്തികളുടെ ഭവനങ്ങളിലേക്ക് സന്ദർശനം നടത്തുവാൻ പോകുന്നതിലൂടെ നിങ്ങൾക്ക് ചില പ്രതിസന്ധികൾ വന്നു ചേരുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും ചിങ്ങൻ രാശിയിൽ പിറന്ന വ്യക്തികൾ ഈ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമതായി, ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ചില പ്രതിസന്ധികളിലൂടെയും അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഒന്നുമില്ലാതെ തന്നെ ജീവിതത്തിൽ നിരവധി കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് വരെ ചിന്തിക്കുന്ന പല ആളുകളും മകരം രാശിയിൽ പെടുന്നുണ്ട്. എന്നാൽ ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊണ്ട് നിങ്ങളിൽ പ്രശ്നങ്ങൾ വീണ്ടും വന്നു ചേരുവാൻ പോകുന്നതായാണ് ഫലത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിത പങ്കാളികൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മകരം രാശിയിൽ പിറന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ദിവസം നിങ്ങൾ ആരോഗ്യകാര്യത്തിന് അത്രയേറെ ശ്രദ്ധ നൽകണം.
വാഹനമോടിക്കുന്നവരും വാഹനത്തിൽ ദൂരയാത്രകൾ ചെയ്യുന്നവരും ഈ ഒരു ദിവസം ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ചെറിയ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ശാരീരിക അസ്വസ്ഥതകൾ ഈ ഒരു ദിവസം അനുഭവപ്പെട്ടേക്കാം. ഇനി അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അതിനെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഭവനത്തിൻ്റെ സമാധാനം കെടുത്തുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അതായത് പലപ്പോഴും നിങ്ങൾ നല്ലതിനായി ചെയ്യുന്ന കാര്യം വരെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും നോക്കുമ്പോൾ തെറ്റായി കണക്കാക്കപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വരും. അതിനാൽ ഈ ഒരു സമയം വളരെ കരുതലോടെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും നേരിടുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂൺ 8-ാം തീയതി ഞായറാഴ്ച ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടിയിരിക്കുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാനും അതോടൊപ്പം കൂടുതൽ ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നിങ്ങളാൽ കഴിയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.